പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 3-ാം തീയതി മുതലാണ് പ്ലാച്ചിമട സമരപ്പന്തലിൽ നിരാഹാര സമരം തുടങ്ങിയത്. ഇന്നലെ എറണാകുളത്ത് വെച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് നാളെ മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താനിരുന്ന സമരം മാറ്റിവെച്ചത്. പാലക്കാട് PWD റെസ്റ്റ് ഹൌസിലാണ് സമരസമിതി ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് യോഗം ചേർന്നത്. സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ, ഐക്യദാർഢ്യ സമിതി ചെയർമാൻ മുതലാംതോട് മണി, മുൻ മന്ത്രി VC കബീർ തുടങ്ങി സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ലിൽ ഇടപെടും എന്ന് ഒരു പരിധിവരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് നാളെ 24-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം മാറ്റിവെച്ചിരിക്കുന്നു. കൊക്കക്കോള കമ്പനി പ്ലാച്ചിമടയിലുണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരമായി 216.26 കോടി രൂപ തദ്ദേശീയർക്ക് നൽകണമെന്ന ബിൽ നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയിട്ട് നാളേക്ക് 3 വർഷം തികയുകയാണ്. 2 ആഴ്ചയ്ക്കകം ബിൽ രാഷ്ട്രപതിയുടെ മുന്നിൽ എത്തിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് യോഗത്തിന്റെ തീരുമാനം. വിവിധ സംഘടനാ പ്രതിനിധികൾ അനുഷ്ഠിച്ചുവരുന്ന നിരാഹാര സമരം പ്ലാച്ചിമടയിലെ സമരപന്തലിൽ തുടരാനും തീരുമാനിച്ചു. മീഡിയ 1 പാലക്കാട്. ഇന്നലെ മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രത്യേകിച്ച് കേരള സർക്കാരിൻ്റെ അനാസ്ഥയെ ശക്തമായ വിമർശനമായിരുന്നു